Hi, good evening. So today we have Anna Thomas with us to take the session on theory of computation. So I'll not be taking much of your time. Let's hand over the session to Anna. Anna? Yeah, thank you so much. Yeah, am I audible? Yes, yes. Yeah, it's clear, right? Clear അല്ലേ? അതെ clear ആണ്. So I'll just share my screen. 1 second. Please let me know when you're able to see my screen. Okay. So ഇവിടെ ഈ ഒരു സെഷനില് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു TOC-യുടെ എക്സാം ആണല്ലോ 17th. സോ ആ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സും പിന്നെ നമ്മളുടെ ടൈം പോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പറഞ്ഞു പോവാന്നുള്ളതാണ് എൻ്റെ ഈ ഒരു നമുക്ക് 1.5 hours ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. സോ ഈ 1.5 hours ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോഡ്യൂളിന്റെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫോർത്ത് മോഡ്യൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതൊന്ന് പറഞ്ഞു പോവാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ വിചാരിച്ചിരിക്കുന്നത്. സോ ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ്, എവിടെയെങ്കിലും കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ആക്ച്വലി മോഡ്യൂൾ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്? മോഡ്യൂൾ 1 ഞാൻ ആക്ച്വലി യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് ആ ഒരു എന്താണ് കാര്യം അറിയാന്നുള്ളത്. എന്നാ തോമസ് പറഞ്ഞൊരു ചാനലാണ്. അപ്പൊ ആ ഒരു ചാനലിന് കീഴിൽ കുറെ കുട്ടികൾ വന്ന് ചോദിച്ച ഒരു കാര്യം വെച്ചിട്ട് തന്നെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലാറ്റ് എന്ന് പറയുന്നത് S5 സബ്ജക്റ്റ് ആണ്. ആ സെയിം സബ്ജക്റ്റ് തന്നെ കുറച്ച് എന്താണ് മാറ്റി കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ടോപ്പിക്കുകൾ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് S3 TOC എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പൊ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്തൊക്കെയാന്നുള്ളത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതുവരേക്കും നമുക്ക് എക്സാം നടന്നിട്ടില്ല, ഒരു എക്സാം പോലും നടന്നിട്ടില്ല. സോ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഓക്കെ ഇന്ന ഇത് മാത്രമാണ് വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാലും നമുക്ക് ആ ഒരു സാമ്പിൾ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ദിസ് ഇസ് നോട്ട് എ ഫൈനൽ വേർഡ്. ഇതേ വരത്തുള്ളൂ എന്നല്ല, ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ടീമിൽ അങ്ങനെയൊന്നും ഞാനില്ല. എന്റെ ഒരു ഊഹാപോഹമാണ് ഞാൻ ഇവിടെ എംഫസൈസ് കൊടുക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പറയുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസിഷൻ ഡയഗ്രംസ് വരയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രംസ് വരയ്ക്കുന്നതാണ്. അതായത് DFA ഉണ്ട്, NFAയും ഉണ്ട്. നമ്മൾക്ക് യൂഷ്വലി എക്സാമിനേഷന്റെ തരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിനാരിയോസ് തരും. അതായത് എനിക്കൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് യോർ വിഷ്. നിങ്ങൾക്ക് DFAയോ NFAയോ വേണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ക്രിയേറ്റ് ചെയ്യണം ദാറ്റ് അക്സെപ്റ്റ്സ് സം പെർട്ടിക്കുലർ സ്ട്രിംഗ്.
എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ ആ ഒരു ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എഴുതണം. So you need to check what language gets accepted by the automata. എന്താണ് ഒരു ലാംഗ്വേജ് എന്നുള്ളത് അറിയാലോ നിങ്ങൾക്ക്, അല്ലേ? ഒരു പർട്ടിക്കുലർ മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ബേസിക് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ TOC പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേനെ പഠിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ആൽഫബറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിഗ്മ സൈൻ യൂസ് ചെയ്തിട്ടാണ്. ചില ക്വസ്റ്റ്യനുകളൊക്കെ തുടങ്ങുമ്പോൾ അവർ പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു 0,1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് ഈ 2 സാധനത്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. അതാണ് ആൽഫബറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൽഫബറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ A അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കേസിൽ പറഞ്ഞാൽ 01100 ഇതൊക്കെയും സ്ട്രിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് എ ലാംഗ്വേജ്? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് സ്ട്രിങ്സ്. ഓക്കെ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പൊ എനിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് 011011 എന്നൊക്കെ പറഞ്ഞ് ഇത് എഴുതി പോകാം. എന്താണ്? ഓരോ സ്ട്രിങ്സിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. മോഡ്യൂൾ 1 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് സെറ്റ് ഓഫ് ബേസിക് ഡെഫിനിഷൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? നെക്സ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യം സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ആണ്. അത് ഫസ്റ്റ് വൺ നമുക്ക് DFA വെച്ച് തുടങ്ങാം. DFA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഒരു 5 ടപ്പിൾ എന്താണ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതിന് ഒരു 5 ടപ്പിൾ റെപ്രസെന്റേഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്, എന്താണ് ഫൈനൽ സ്റ്റേറ്റ്സ്, ഏതൊക്കെയാണ് ഇൻപുട്ട് ആൽഫബറ്റ്സ്, ഇതിന്റെ ട്രാൻസിഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു 5 ടപ്പിൾ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതെന്തിനാ ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എവിടെ നിങ്ങളോട് DFA വരയ്ക്കാൻ പറഞ്ഞാലും റെപ്രസെന്റേഷൻ എഴുതണം. 5 ടപ്പിൾ റെപ്രസെന്റേഷൻ എഴുതണം. അപ്പൊ എന്താണെങ്കിലും ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അല്ലാതെ ഞാൻ ഇപ്പം തൽക്കാലത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എല്ലാ സ്റ്റെപ്പും എഴുതി പോകുന്നില്ല. ഇത്രയും പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെ പറയാവോ? ഓക്കെ, ഞാൻ തംസപ്പ് ഒക്കെ കണ്ടു. അപ്പം ഐ എം തിങ്കിങ് ദാറ്റ് ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. എന്ത്? DFA ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് DFA പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മളുടെ പാർട്ട് എയിൽ DFA വരയ്ക്കുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് ആദ്യമേ എടുത്ത് ചെയ്ത് നോക്കാം. Construct a DFA for the language consisting of strings over the alphabet sigma is equal to A, B. അപ്പം നമ്മൾക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നമ്മളൊരു DFA വരയ്ക്കണം where the set of alphabets is A, B. And ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എല്ലാ ലാംഗ്വേജും അക്സെപ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ it will accept languages where the occurrence of string AA is not more than 1. പിടികിട്ടിയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു DFA വരയ്ക്കുന്നതെന്നുള്ളത് നോക്കാം ഇവിടെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വി നീഡ് ടു കൺസ്ട്രക്ട് എ DFA. ഇതിലെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് A, B ആണ്. അവർ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ദാറ്റ് ദേ ഹാവ് ഗിവൺ? Not
more than once of string AA. ഇവിടെ നമ്മൾ ഇങ്ങനെ നോട്ട് മോർ ദാൻ വൺസ്, അറ്റ് മോസ്റ്റ്, അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇവിടെ ഇത് തെറ്റിച്ച് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 3 മാർക്ക് പോയി. ഓക്കെ, അപ്പൊ നോട്ട് മോർ ദാൻ വൺസ് എന്ന് പറയുമ്പത്തേന് എന്താണ്? അപ്പൊ വൺസ് വരാം, ഒരു പ്രാവശ്യം എ വന്നു കഴിഞ്ഞാൽ വരാം, അല്ലെങ്കിൽ 0 ടൈംസ് എ വന്നു കഴിഞ്ഞാൽ. 0 ടൈംസ് എ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി എ ഉണ്ട്, എ ബി 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 എ. ഇതൊക്കെയും എവിടെയാണ്? എ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഒരു സെക്ഷനില്? ഇല്ല. സോ വി നീഡ് ടു, ഹൃദയ ഓക്കെ ആണോ എല്ലാം? ഈ കോള് മിനിമൈസ് ചെയ്തതൊന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യാവോ? ഫൈൻ ആണോ? ഓക്കെ, ശരി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്ട്രിങ് എങ്ങനെ അക്സെപ്റ്റ്, ഇപ്പം ഈ ലാംഗ്വേജിൽ ഏതൊക്കെയാണ് സ്ട്രിങ്സ് ഉള്ളത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? അതിനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചാറ്റിൽ ഇട്ട് ചോദിക്കണേ. ഓക്കെ, സോ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി എ ഉണ്ട്, എ ബി 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 എ ഉണ്ട്, എ എ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണ്? ഡി എഫ് എ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡി എഫ് എ വരയ്ക്കാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഞാൻ വരയ്ക്കുവാണ്, Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഡി എഫ് എ വരയ്ക്കാൻ പറ്റുക? ഏറ്റവും എളുപ്പമുള്ള മാർഗം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു അക്സെപ്റ്റൻസ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു അക്സെപ്റ്റൻസ് കണ്ടീഷനിൽ ഒരു സ്ട്രിങ് വരയ്ക്കുക. ഇപ്പം ഈ ലാംഗ്വേജിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിനുള്ള ഡി എഫ് എ അതിനെ വരച്ചു തുടങ്ങുക. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എന്റെ ഈ എ എന്ന് പറയുന്ന ഈ ഒറ്റ ഒക്കറൻസ് വരുന്ന ഈ ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള റാൻഡംനെസ് എല്ലാം ഈ 0-യിലാണ് വരുന്നത്. അപ്പൊ എക്കുള്ള ഡി എഫ് എ ഞാൻ വരയ്ക്കുകയാണ്. അതായത് എനിക്ക് 2 എ വന്നു കഴിഞ്ഞാല് എന്താകും? അക്സെപ്റ്റ് ചെയ്യും. മൂന്നാമതൊരു എ വന്നാൽ അതെങ്ങോട്ട് പോകും? അതെന്റെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. സോ ഇതെന്താണ്? ഇതെന്റെ ഡെഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതാണ് എന്റെ ബേസിക് ഐഡിയ. അതായത് എന്താണ്? നോട്ട് മോർ ദാൻ വൺസ് എ, ഒരു പ്രാവശ്യമേ എ വരാവൂ. എ കഴിഞ്ഞിട്ട്, അതാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ 3 പ്രാവശ്യം എ വന്നാൽ എന്താണ്? 2 occurrences ഓഫ് എ ആണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പം ഇതിവിടെ 2 എ വന്നു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. മൂന്നാമതൊരു എ വന്നാൽ അത് എന്റെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഇതാണ് ഇതിന്റെ സ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ എന്താണ്? ഇനി നമുക്ക് ഡി എഫ് എ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അറ്റ് എവ്രി സ്റ്റേറ്റിനും 2 ആരോസ് പുറത്തു പോകണം. അതായത് Q0ക്ക് എയുടെ ആരോയും പോണം, ബിയുടെ ആരോയും പോണം. Q1ന് എയുടെ ആരോയും പോണം, ബിയുടെ ആരോയും പോണം. അതങ്ങനെ എല്ലാ സ്റ്റേറ്റിലും, അത് ഡെഡ് സ്റ്റേറ്റ് ആണെങ്കിലും ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിലും അങ്ങനെ വേണം. ഓക്കെ, ഇനി അടുത്തത് Q0-യില്. ഓക്കെ, Q0 ഞാൻ നിൽക്കുവാണ്. എനിക്ക് ബൈ ചാൻസ് ബി വന്നു എന്ന് വിചാരിക്കാം. ബി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ബി വന്നു കഴിഞ്ഞാൽ 0 occurrence ഓഫ് എ ആണ്, വിച്ച് മീൻസ് ഇറ്റ് വിൽ അക്സെപ്റ്റ്. സോ എത്ര പ്രാവശ്യം എനിക്ക് ബി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ Q0-യില് ഞാൻ എയും ബിയും 2 എണ്ണത്തിനെയും കംപ്ലീറ്റഡ് ആയേ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് Q1-ലോട്ട് പോകാം. അപ്പം എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബി വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബി വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. ബി വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഓക്കെ. എ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ലാംഗ്വേജില്. അപ്പൊ എ വന്നു കഴിഞ്ഞാൽ പക്ഷെ അത് Q1-ലോട്ടാണ് പോകുന്നത് അല്ലേ? സോ വാട്ട് യു ഹാവ് ടു ഡു?
we have to make Q1 as the final state. ഇവിടെ കിട്ടുന്നുണ്ടോ? Q1നെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആക്കി. ഇനി Q1ൽ ഒരു ബി ഉണ്ട് അല്ലെ? Q1ൽ എയും ബിയും, എ നമ്മൾ വരച്ചു, എ നമ്മൾ വരച്ചു, ബി നമ്മൾ വരച്ചിട്ടില്ല. ബി എങ്ങോട്ട് വരയ്ക്കണം? നമുക്ക് ബി സെൽഫ് ലൂപ്പ് ഇട്ട് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാവോ? അപ്പൊ എ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. എ ബി ബി എ ബി 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 എ വന്നു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇഫ് ഐ ഹാവ് എ സ്ട്രിങ് എ ബി ബി എ എ, ഇവിടെ ഈ ഒരു സ്ട്രിങ് നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു സ്ട്രിങ്ങിനകത്ത് എയുടെ ഒരു അക്കറൻസേ വരുന്നുള്ളൂ അല്ലെ? പക്ഷെ ഇസ് ദാറ്റ് സ്ട്രിങ് ഗെറ്റിംഗ് അക്സെപ്റ്റഡ്? എ വന്നു, ബി ബി 2 പ്രാവശ്യം പോയി, എ നോട്ട് ഇസ് ഗോയിങ് ടു ദ ഡെഡ് സ്റ്റേറ്റ്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സെൽഫ് ലൂപ്പ് കൊടുക്കാതെ യു ഹാവ് ടു പോയിന്റ് ഇറ്റ് ടു ദ സ്റ്റാർട്ട് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ്? കാരണം പിന്നീട് ഈ സ്ട്രിങ്ങിൽ ഒരു എ വന്നാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, അടുപ്പിച്ച് എ വന്നാൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. പിടികിട്ടിയോ? സെയിം തിങ് വിത്ത് Q2. Q2വിലാണേലും ഇപ്പം എനിക്ക് എ വന്നു. ഓക്കെ, എ എനിക്ക് വന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു സ്ട്രിങ് ഇത് അക്സെപ്റ്റ് ചെയ്യുവോ? അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ Q2വിൽ വരുമ്പം നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്. എ ഓൾറെഡി ഞാൻ Q3യിലോട്ട് കൊടുത്തു. ബി എനിക്ക് എന്താ ചെയ്യണ്ടേ? ബി ഇറ്റ് ഷുഡ് കം ഹിയർ. മനസ്സിലായോ? ബി ഇങ്ങോട്ട് വരണം, എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, എ ബി എ, ആദ്യത്തെ എ അക്സെപ്റ്റ് ചെയ്യും, രണ്ടാമത്തെ എ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വൈ? ബിക്കോസ് only one occurrence of എ അവര് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ വി ക്യാൻ ഡ്രോ ബി ലൈക്ക് ദിസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പം നമുക്ക് Q0യിലെ എയും ബിയും ചെയ്തു, Q1ന്റെ എയും ബിയും ചെയ്തു, Q2വിന്റെ എയും ബി നമ്മൾ എഴുതി. ഇനി അടുത്തത് Q3. ഡെഡ് സ്റ്റേറ്റിലായി കഴിഞ്ഞിട്ട് പിന്നെ എത്ര പ്രാവശ്യം എയും ബിയും വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക്? ഇല്ല. സോ സെൽഫ് ലൂപ്പിൽ എയും ബിയും കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ഏതാടാ? മൊത്തം പറയണോ ഒന്നൂടെ? Q1നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കിയില്ലേ? Q1നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കി. അവൻ തൊട്ട് ബാക്കി. ഒരു മിനിറ്റ്, അശ്വിന് എവിടം വരെ മനസ്സിലായി എന്നൊന്ന് പറയാവോ? Q1നെ ഫൈനൽ സ്റ്റേറ്റ് വരെ ആക്കിയത് മനസ്സിലായി, ബാക്കി നെറ്റ് കട്ടായി പോയോണ്ട് കേട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. Q1നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കിയത് അത് ഞാൻ എപ്പോഴാ പറഞ്ഞു? കുഴപ്പമില്ല. എ ബി എ. അശ്വിന് ഒരു സെക്കൻഡ്, എനിക്ക് ആ പോയിന്റ് കിട്ടുന്നില്ല, എവിടെ വരെയാ പറഞ്ഞെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പറയാം. ഓക്കെ, ആദ്യമേ നമ്മൾ എന്താണ് ചെയ്തേ? ആദ്യം നമ്മൾ ഹലോ, എവിടെ ഡിസ്റ്റർബൻസസ് ഇടയിൽ വരുന്നുണ്ട്, കുഴപ്പമില്ല. ആദ്യമേ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളുടെ ആദ്യത്തെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എ. ഓക്കെ, എ നമ്മൾ വരച്ചു. എ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു എയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. വൈ? ബിക്കോസ് 2 occurrence ഓഫ് എ വരും. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ഡെഡ് സ്റ്റേറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ അത് നമ്മളുടെ സ്കെലിറ്റൺ ഓഫ് ദ DFA ആണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ബിയുടെ പൊസിഷൻസ് ഒക്കെ ശരിയാക്കുക. നമ്മളുടെ ലാംഗ്വേജിനകത്ത് വെറും ബിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വെറും എനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് എത്ര പ്രാവശ്യം ബി വന്നാലും അത് Q0ലായതുകൊണ്ട് പിന്നെ എപ്സിലോണും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് Q0 സ്റ്റാർട്ട് സ്റ്റേറ്റിനെ ഞാൻ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വെക്കുവാണ്. എ ഉള്ളത് കൊണ്ട് തന്നെ ഒരു എ വന്നു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പോയിന്റ് വരെ Q1 പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത Q2വിന്റെ എങ്ങനെയാണ്? നമ്മൾക്ക് എന്താണ് Q2വിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേന് ഇപ്പൊ Q1ന്ന് നമുക്ക് എ വന്നു, അപ്പം അക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാ? എ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് Q1ന്റെ
സോറി Q2ന്റെ B. Q2ന്റെ B എങ്ങനെയാണ്? A B വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം A അത് കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ 2 പ്രാവശ്യം A വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് വൈ? ബിക്കോസ് 2 പ്രാവശ്യം ഇതിന് ഒക്കറൻസ് വരും, വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് അവർ ലാംഗ്വേജ്. അപ്പം ഇവിടെ A B കഴിഞ്ഞ് ഒരു A ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തൊരു Aയിലോട്ട് പോകത്തില്ല. അതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പാർട്ട് ബിയിലെ ആദ്യമേ കിടക്കുന്ന ക്വസ്റ്റ്യൻ എപ്സിലോൺ NFA ടു NFA ആക്കുന്നതാണ്. അപ്പം എപ്സിലോൺ NFA ടു NFA ആക്കുന്നതിന്റെ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്ക് 4 മോഡ്യൂൾ ഒന്ന് തൊട്ട് തലൂടി പോകണമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് പറയാം. എപ്സിലോൺ NFA ടു NFA ഈ ഒരു ഈക്വിവാലൻസ് അത് ഈസിയാണ്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ. ആൻഡ് ദാറ്റ് കൺസെപ്റ്റ് ഇസ് കോൾഡ് എപ്സിലോൺ ക്ലോഷർ. വാട്ട് ഈസ് എപ്സിലോൺ ക്ലോഷർ? ഞാനിപ്പോ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യന്റെ തന്നെ ഡയഗ്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം. Q0 A Q1 B എപ്സിലോൺ B എപ്സിലോൺ Q2 A. ഇതാണ് നമ്മളുടെ ഡയഗ്രം വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എങ്ങനെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ? നമുക്ക് 3 സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, വാട്ട് ഓൾ ആർ ദ സ്റ്റേറ്റ്സ്? Q0, Q1 ആൻഡ് Q2. ഓക്കെ, ഇനി ഇവരുടെ എപ്സിലോൺ ക്ലോഷർ നമുക്ക് കണ്ടുപിടിക്കണം. സോ എപ്സിലോൺ NFA ടു NFAയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫൈൻഡിങ് ഔട്ട് എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്സിലോൺ ക്ലോഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വൺ സ്റ്റേറ്റ് ഇസ് ദി എപ്സിലോൺ ക്ലോഷർ ഓഫ് ഇറ്റ്സെൽഫ്. അതായത് എനിക്ക് Q0യുടെ എപ്സിലോൺ ക്ലോഷറിൽ ഇറ്റ്സെൽഫ് Q0 കാണും, Q1ന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q1 കാണും, Q2ന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q2 കാണും. ഇവിടെ കിട്ടുന്നുണ്ടോ? ഇനി അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് സെൽഫായിട്ട് states will be part of epsilon closure. ഇനി സെക്കൻഡ് അടുത്ത എന്താണ്? wherever I can reach with epsilon moves, ആ സ്റ്റേറ്റ്സും will be a part of this particular closure. അതായത് Q0 എന്ന് എനിക്ക് എപ്സിലോൺ മൂവ്സിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേറ്റിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ Q0 എനിക്ക് എപ്സിലോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് Q0 എപ്സിലോൺ വെച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം ഇത് A ആണ്, രണ്ടിടത്തും A ആണ് കിടക്കുന്നത്. അപ്പം ലെറ്റ് us leave it like that. Q1 എപ്സിലോൺ വെച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? യെസ്, എപ്സിലോൺ വെച്ച് എനിക്ക് Q1 തന്നെ നിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് Q2 പോകാം. സോ Q2 എനിക്ക് എപ്സിലോൺ യൂസ് ചെയ്തിട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഷുഡ് ഡു? ഐ മസ്റ്റ് ഇൻക്ലൂഡ് ദാറ്റ് Q2 ഇൻ മൈ എപ്സിലോൺ ക്ലോഷർ ഓഫ് എന്ത്? Q1. ഇനി അടുത്തത് Q2 എപ്സിലോൺ വെച്ച് ഒരിടത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ Q2ന്റെ എപ്സിലോൺ ക്ലോഷർ Q2 മാത്രമേ ഉള്ളൂ. എപ്സിലോൺ ക്ലോഷർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് എപ്സിലോൺ NFAയിൽ നിന്നും NFAയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും ഉള്ള ട്രാൻസിഷൻ ഫങ്ഷൻസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അല്ല ഇത് ഓക്കെ. ഇങ്ങനെ ഇനി നമ്മളുടെ എപ്സിലോൺ NFAയുടെ ട്രാൻസിഷൻ ഫങ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമ്മളൊരു ട്രാൻസിഷൻ ടേബിൾ നമ്മൾ വരയ്ക്കുമല്ലോ. ട്രാൻസിഷൻ ടേബിൾ വരച്ചിട്ടല്ലേ നമുക്ക് എന്താണ് ഓരോത്തിനെയും എടുത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇൻപുട്ട് ആൽഫബറ്റ്സ് A, B, Q0, Q1, Q2. ഓക്കെ, ആദ്യമേ എനിക്ക് ട്രാൻസിഷൻ കണ്ടുപിടിക്കണം. അതായത് എപ്സിലോൺ NFA ടു NFA ആക്കുമ്പോഴത്തേനും Q0യും Aയും വെച്ചിട്ട് ഞാൻ ചെയ്യുവാണ്. ഇതുപോലെ എല്ലാ സ്റ്റേറ്റിനും എല്ലാ ഇൻപുട്ട് ആൽഫബറ്റിനും ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ Q0 Aയിലോട്ടുള്ള പുതിയ NFAയുടെ പൊസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ
എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? What we can do is take epsilon closure of del of epsilon closure of first ഇത് Q0, input alphabet A. So ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നേ? What is epsilon closure of Q1? Sorry, Q0. Q0 തന്നെയാണ് അല്ലേ? Q0, A താഴോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, epsilon closure. ഇനി what is del Q0, A? എന്താണ് del ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞേ? എപ്സിലോൺ NFAയിലാണ്. എപ്സിലോൺ NFAയില് നമുക്ക് Q0യിൽ A കൊടുത്താൽ എന്താണ്? Q0യിൽ A കൊടുത്താൽ Q0യിൽ നിൽക്കും, Q1ലും പോകും. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആയിട്ട് Q0, Q1 എന്ന് എഴുതുക. എന്നിട്ട് ഇതിന്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കുക. എപ്സിലോൺ ക്ലോഷർ എന്താണ്? Q0യുടെ എപ്സിലോൺ ക്ലോഷർ Q0യും Q1ന്റെ എപ്സിലോൺ ക്ലോഷർ Q1, Q2 ആണ്. അപ്പം ദിസ് ഇസ് ആർ ന്യൂ ട്രാൻസിഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ Q0, Q1, Q2 ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എല്ലാ ട്രാൻസിഷനും നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങളുടെ ടേബിളിനകത്ത് കാര്യങ്ങൾ ഫിൽഡ് ഇൻ ആയിരിക്കും. ദെൻ യു ക്യാൻ ഡ്രോ ന്യൂ NFA. കിട്ടിയോ? അതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? I hope it's clear. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ജസ്റ്റ് അഗൈൻ പറഞ്ഞു പോവാണേ. അതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, 9Bക്കകത്ത് വരുന്നത് എന്താണ്? റെഗുലർ എക്സ്പ്രഷൻ. ഇവിടെ റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തതില് എന്താണ്? ഇവിടെ ഇറ്റ് ക്യാൻ ഹാവ് എനി സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്. പക്ഷെ ഇതിനകത്ത് 1100 സബ്സ്ട്രിങ് വരണം. അതാണ് നമ്മളുടെ ആർ എന്ന് പറയുന്ന, സോറി, ആർ എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ, ഡി എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് 1100 സബ്സ്ട്രിങ്ങിനകത്ത് വരുന്ന സാധനമാണ് എന്താണ്? എന്താണോ ആ ഒരു സബ്സ്ട്രിങ്ങിനുള്ളിൽ വരുന്നത്, ആ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ എടുക്കുന്നത്. കിട്ടിയോ? ഇനി അടുത്തത് എന്താണ്? നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചോദിച്ചേക്കുന്നത് എന്താണ്? കോംപ്ലിമെന്റ് ഓഫ് ഡിനെ നമ്മൾ DFA യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യണം. വാട്ട് ഇസ് കോംപ്ലിമെന്റ് ഓഫ് ഡി? ഈ എന്താണ് ഈ ലാംഗ്വേജ് ഈ പറയുന്നത്? ഇറ്റ് വിൽ കണ്ടെയ്ൻ all the strings that does not have a substring in the 1100. കിട്ടിയോ? അപ്പൊ അങ്ങനെ ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ വെച്ചാണ് നിങ്ങൾ വരച്ച് വെക്കേണ്ടത്. കിട്ടിയോ? ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, I think you guys don't have doubt. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് NFA ടു DFA ആണ്. ഇത് കുറച്ച് ലെങ്തി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അഗൈൻ കൺസെപ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ ഒരു NFA DFA വരയ്ക്കുമ്പോഴത്തേനും നമ്മൾക്ക് കിട്ടുന്ന ഒരു ട്രാൻസിഷൻ ടേബിൾ ഉണ്ട്. ഓക്കെ, ഹൗ ടു കൺവേർട്ട് സംതിങ് ഫ്രം NFA ടു DFA. ഞാൻ ഈ ഒരു NFA, നമുക്ക് തന്നേക്കുന്ന ഈ NFA ക്വസ്റ്റ്യന്റെ ട്രാൻസിഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റ്സ് Q0, Q1, Q2, Q3, Q4 ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. വേർ Q0 is the start state, Q4 is the final state, Aയും Bയും. Q0, Q1, Q0, Q2, Q2, Q3, Q3, Q4, Q4, 5, 5. ഇവിടെ നമ്മൾ ഒരു NFA ടു DFA എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? ആദ്യം ഈ ഒരു NFAയുടെ ടേബിള് ക്രിയേറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞ് DFAയുടെ ടേബിൾ, ട്രാൻസിഷൻ ടേബിൾ എടുത്ത് എഴുതുക. സോ ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് again എയും ബിയും ആണ്. ഓക്കെ, ഇനി നമ്മളുടെ ഫസ്റ്റ് ട്രാൻസിഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതുക. Q0 എന്താണ് തരുന്നത്? Q0 Q1ഉം Q0യും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ചെക്ക് ഫോർ എനി ന്യൂ സ്റ്റേറ്റ്സ്. വി ഹാവ് എ ന്യൂ സ്റ്റേറ്റ് ഹിയർ അല്ലെ. Q0 നമ്മൾ മുന്നേ മെൻഷൻ ചെയ്തു, എന്നാൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ റൈറ്റ് ദാറ്റ് Q0, Q1 എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു Q0 Q1ന്റെ യൂണിയൻ, ഓരോ ആൽഫബറ്റ് വരുമ്പോൾ യൂണിയൻ എടുത്ത് താഴോട്ട് എഴുതുക. അപ്പം ഇവിടെ നോക്കിക്കേ, Q0യിൽ A വന്നു കഴിഞ്ഞാൽ എന്താണ്? Q0 Q1. Q0യിൽ B വന്നു കഴിഞ്ഞാൽ എന്താണ്? Q0. Q1ല് A വന്നു കഴിഞ്ഞാൽ എന്താണ്? Q2. Q1ല് B വന്നു കഴിഞ്ഞാൽ again Q2. ഇവര് രണ്ടും ന്യൂ സ്റ്റേറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ഇത് താഴോട്ട് എടുത്തെടുത്ത് എഴുതുക. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്സ് കിട്ടും, ആൽഫബറ്റ്, ഓരോ ആൽഫബറ്റിന്റെ ട്രാൻസിഷൻസ് കിട്ടും. അത് DFA ആയിട്ട് അങ്ങ് ജസ്റ്റ് നേരെ എടുത്ത് വരച്ചാൽ മതി. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തോ ഏത് സെക്ഷനാടാ? യൂണിയനും ഓക്കെ ഓക്കെ ഓക്കെ. ഒരു NFA ടു DFA നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ NFAയുടെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ, അത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി വരച്ചാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. DFAയുടെ നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ DFAയുടെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പോഴത്തേനും വി ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് ട്രാൻസിഷൻ. ആദ്യത്തെ ട്രാൻസിഷൻ എടുത്ത് Q0 എഴുതി. Q0യിൽ A വന്നാൽ Q0 Q1. ഞാൻ നേരെ ആ സാധനം കോപ്പി ചെയ്ത് ഇവിടെ എഴുതുന്നതേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല. Q0. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി ആഫ്റ്റർ റൈറ്റിംഗ് വി നീഡ് ടു ചെക്ക് വെദർ ആർ വി ഹാവിംഗ് എനി ന്യൂ സ്റ്റേറ്റ്സ്. നേരത്തെ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോ എന്ന്. ദിസ് ഇസ് എ ന്യൂ സ്റ്റേറ്റ്. പിടികിട്ടിയോ? അപ്പൊ ഈ ഒരു ന്യൂ സ്റ്റേറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? താഴോട്ടെടുത്ത് എഴുതുന്നു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കിവിടെ രണ്ട് സ്റ്റേറ്റിന്റെ കോമ്പിനേഷൻ ആണ്, Q0യും Q1. അപ്പം ഞാൻ ഇവരുടെ ഒരു യൂണിയൻ കണ്ടുപിടിച്ചാണ് ഞാൻ എഴുതുന്നത്. എന്ത്? എയുടെയും ബിയുടെ ഇൻപുട്ട് സിമ്പിൾസ് ആയിട്ട്. Q0യിൽ ഓക്കെ, Q0യിൽ A വന്നു കഴിഞ്ഞാൽ എന്താണ്? A വന്നു കഴിഞ്ഞാൽ Q0യിൽ A വന്നു കഴിഞ്ഞാൽ എന്താണ്? Q0 Q1. ഇനി Q0യിൽ B വന്നു കഴിഞ്ഞാൽ എന്താണ്? Q0 ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, നമ്മുടെ പുതിയ സ്റ്റേറ്റിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? Q1 ആണ്. Q1ൽ A വന്നു കഴിഞ്ഞാൽ Q2, Q1ൽ B വന്നു കഴിഞ്ഞാൽ Q2. അപ്പൊ അത് ജസ്റ്റ് ജോയിൻ ചെയ്ത് എഴുതുക. അപ്പം Q0 Q1ൽ A വന്നു കഴിഞ്ഞാൽ Q0 Q1 Q2, Q0 Q1ൽ B വന്നു കഴിഞ്ഞാൽ Q0 Q2. പിടി കിട്ടിയോ? മനസ്സിലായടാ? ഡൗട്ട് ചോദിച്ചയാള് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ വരയ്ക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അഗൈൻ ഇറ്റ്സ് കൺസ്ട്രക്ടിങ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേനും എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇറ്റ് കെൻ ബി എൻ NFA ഓർ DFA. ഓക്കെ, ഇന്ന് ഇതൊന്നും ഏത് വേണം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. We need to accept this particular string and its substrings. Substrings എന്ന് പറയുമ്പോൾ എന്താണ്? P വെച്ച് തുടങ്ങുന്നത് P വരും,
പി സി വരും, PCCST വരും. അത് കഴിഞ്ഞ് സി വെച്ച് തുടങ്ങുന്നത് വരും, CC, CST ഇതൊക്കെ വരും. 2 സി ഉണ്ട്, അപ്പൊ അത് രണ്ടും വെച്ച് തുടങ്ങുന്നത്. എസ് വെച്ച് തുടങ്ങുന്നത് വരും, ST302. ടി വെച്ച് തുടങ്ങുന്നത് വരും, T3, T30. 3 വെച്ച് തുടങ്ങുന്നത് വരും, പിന്നെ 02 വരും, അല്ലെങ്കിൽ 0 മാത്രം വരും, പിന്നെ 2 വരും. ഇത്രയും സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇവിടെ ഒരു NFA DFA വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 1 പറയുന്നത്. നമുക്ക് ടൈം ഷോർട്ട് ആയതുകൊണ്ട് 9 o'clock കൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. മോഡ്യൂൾ 1 നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? Okay, I hope there are no doubts. So let me just start with module 2. മോഡ്യൂൾ 2 വരുമ്പോഴത്തേനും നമുക്ക് കുറെ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ മേജർ ആയിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ ആണ്. എങ്ങനെയാണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഒരു റെഗുലർ എക്സ്പ്രഷനെ ഓട്ടോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഓട്ടോമേറ്റിനെ റെഗുലർ എക്സ്പ്രഷൻ ആക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും പറയുന്നതാണ് അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കാരണം ഞാൻ പറയും എന്തുകൊണ്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ സാമ്പിൾ പേപ്പറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റിയും ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അതെന്താന്ന് വെച്ചാൽ ക്ലോഷർ പ്രോപ്പർട്ടിയും പമ്പിംഗ് ലെമ്മയും. പമ്പിംഗ് ലെമ്മയൊക്കെ ഒരു കാരണം വെച്ചാൽ സ്കിപ്പ് ആക്കരുത്. അത്രയും എളുപ്പമുള്ളതും എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഒരു കാരണവശാൽ അത് സ്കിപ്പ് ആക്കരുത്. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടീസ്, നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടീസ് പറയുന്നത് ആരുടെ കേസിലാണ്? റെഗുലർ ലാംഗ്വേജിന്റെ കേസിലാണ്. ഓക്കെ, റെഗുലർ ലാംഗ്വേജിന്റെ ആണ് ഈ ഒരു ക്ലോഷർ പ്രോപ്പർട്ടിയും പമ്പിംഗ് ലെമ്മയും ഒക്കെ നമ്മൾ പറയുന്നത്. എന്താണ് ഒരു റെഗുലർ ലാംഗ്വേജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് എ റെഗുലർ ലാംഗ്വേജ്? ഒരു റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ വരച്ചില്ലേ, DFA, NFA. ഓക്കെ, ഇതൊക്കെ വരച്ച സമയത്ത് നമ്മൾ എഴുതിയില്ലേ L is equal to എന്താ എപ്സിലോണോ എന്നോ ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ എന്തൊക്കെ സാധനങ്ങൾ എഴുതി പോയില്ലേ. ഈ ഒരു ലാംഗ്വേജ് ആണ് എന്ത്? റെഗുലർ ലാംഗ്വേജ്. NFA, DFA ഒക്കെ അല്ലെങ്കിൽ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റാസ് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ ലാംഗ്വേജ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിടികിട്ടിയോ? അപ്പം ഈ ഒരു റെഗുലർ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല പ്രോപ്പർട്ടീസുകൾ ഉണ്ട്. യൂണിയൻ ഉണ്ട് നമുക്ക് ഇതിനകത്ത്, എന്താണ് പിന്നെ ഇന്റർസെക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെയും ക്ലോസ്ഡ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ്ഡ്? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഹാവ് എ ലാംഗ്വേജ് L1, that is regular. If I have a language L2, that is regular. L1 union L2 will also be regular. ഇതാണ് നമ്മളുടെ ക്ലോഷർ പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടിക്കും പിന്നെ പമ്പിംഗ് ലെമ്മയ്ക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്തങ്ങ് പോകാം. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാമറിന്റെ അംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാമറിൽ നിന്ന് തന്നെ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർസ് ട്രീസ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ we will tell that grammar is ambiguous. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട്, സിൻസ് പമ്പിംഗ് ലെമ്മ ഇസ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും വന്നിട്ടുള്ള ക്വസ്റ്റ്യനും ആയതുകൊണ്ട് തന്നെ നമുക്ക് പമ്പിംഗ് ലെമ്മയുടെ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് പോകാം. പമ്പിംഗ് ലെമ്മയുടെ ഒരു ക്വസ്റ്റ്യനും ക്ലോഷർ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? Any doubts?
ഓക്കെ ഓക്കെ തെറ്റ്. ഞാനിത് എല്ലായിടത്തും ഇങ്ങനെ ചോദിച്ചു പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പോയി കഴിഞ്ഞ് പിന്നെ ഈ ഡൗട്ട്സ് ഈ എന്താണ് കൂടി കൂടി ഒന്നും മനസ്സിലാവാൻ പറ്റാണ്ട് വരും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളുടെ പാർട്ട് എയിലെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ദ ക്ലാസ് ഓഫ് ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ NFA ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെന്റ്? മനസ്സിലായോ ക്വസ്റ്റ്യൻ? എന്താണ് അവർ പറയുന്നത്? NFA റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജ്, അപ്പോഴും ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് പറയുന്നത്. അപ്പൊ നമ്മളോട് അവിടെ ചിന്തിക്കാൻ പറയാണ്, NFA ഏത് ലാംഗ്വേജ് ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? റെഗുലർ ലാംഗ്വേജസ് ആണല്ലേ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. We need to prove that, അല്ലെ we need to show that it is closed under എവിടെ? കോംപ്ലിമെന്റ്. കോംപ്ലിമെന്ററി ക്ലോസ്ഡ് ആണെന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് എന്താണ്? ഇപ്പം എനിക്കൊരു ലാംഗ്വേജ് L ഉണ്ട്. ഓക്കെ, ആ ഒരു ലാംഗ്വേജ് Lന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ the strings that is not present in L. So the strings that is not present in L will be there in L dash. Okay. So ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പാർട്ട് എയുടെ ക്വസ്റ്റ്യൻ 3 മാർക്കാണ്, 2 മാർക്കാണ്. 3 മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 മാർക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ അവർ പറയുന്ന ഒരു സംഭവം എന്താണ്? NFA റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജ്, NFA റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇസ് റെഗുലർ ലാംഗ്വേജ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. റെഗുലർ ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുക്കാം. റൈറ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഞാനൊരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുവാണ്, A star. Now this is the regular expression for a language that has even length. കിട്ടി. അതായത് ഈ ഒരു സാധനത്തിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരും? How will my language look like? It will have epsilon, then it will have എന്ത്? AA അല്ലേ? പിന്നെന്തുണ്ടാവും? AA. അതായത് ഈ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് AA ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേനും സ്റ്റാർ വരുമ്പോ എന്താണ്? എപ്സിലോൺ വരും അല്ലേ? അത് കഴിഞ്ഞ് AA raised to 1, AA raised to 2 times, AA 3 times. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ലാംഗ്വേജ് L. Now if I am taking L dash and this is regular, this language is regular. എന്തുകൊണ്ടാണ്? ഈവൻ ലെങ്ത് ഒക്കെ നമുക്ക് NFA DFA ഒക്കെ വെച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. L dash എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ ലെങ്ത് ആണ് L. അപ്പൊ L dash എന്തായിരിക്കും? ഓഡ് ലെങ്ത് ആയിരിക്കില്ലേ? സോ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? A 5 പ്രാവശ്യം A വരുന്നത്. അങ്ങനെ ഓഡ് ലെങ്ത് ആണ് L dash കൊടുക്കുന്നത്. അപ്പം ഓഡ് ലെങ്തിലുള്ളത് ഇസ് ദാറ്റ് എ റെഗുലർ ലാംഗ്വേജ്? യെസ്, ഇറ്റ് ഇസ് എ റെഗുലർ ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് അക്സെപ്റ്റഡ് എന്താണ്? ബൈ ദി ഓട്ടോമേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് റെഗുലർ എക്സ്പ്രഷൻ എഴുതാനായിട്ട് സാധിക്കും. എന്താണ് എന്റെ റെഗുലർ എക്സ്പ്രഷൻ വരുന്നത്? ഇതാണ് എന്ത്? ഈവൻ ലെങ്തിൻ്റെത് അല്ലേ? നമ്മളത് പണ്ട് എഴുതിയായിരുന്നു. ഇതാണ് ഈവൻ ലെങ്തിൻ്റെത്. ഇനി അടുത്തത് എന്താണ്? ഓഡ് ലെങ്ത്തിന് ഒരു A പുറത്തിട്ടാ മതി, അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? അപ്പം എപ്പോഴും അവർ ക്ലോസ്ഡ് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നോക്കുക അത് റെഗുലർ ലാംഗ്വേജ് ആണോ എന്ന്. റെഗുലർ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചില സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസിൽ അത് ക്ലോസ്ഡ് ആണ്. അതായത് യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ്, ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പം ക്ലോസ്ഡ് ആണെന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഒരു എക്സാമ്പിളും കൂടെ കൊടുക്കുക. L is a part of L is a regular language and it is എന്താണ്? accepted by the NFA അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റും. L ഡാഷിനും അങ്ങനെ തന്നെ പറ്റും. അതായത് Lന്റെ കോംപ്ലിമെന്റിനാണേലും നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Give a context-free grammar that generates this language.
ഇവിടെ നമുക്കൊരു ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും ഗ്രാമർ എഴുതിയെടുക്കണം. അത് നിങ്ങൾ തന്നെ ചെയ്യുക, ബിക്കോസ് അതൊരു വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ഇന്നൊരു ഈവനിങ്ങോട് കൂടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് ഞാൻ എന്റെ ചാനൽ ഇടുന്നതായിരിക്കാം. വൈ? ബിക്കോസ് നമുക്കിപ്പം എല്ലാം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ടൈം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോ തൽക്കാലത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നത്, ബിക്കോസ് ദ ടൈം അലോട്ടഡ് ടു us അത്രേ ഉള്ളൂ. നമുക്കൊരു 1.5 മണിക്കൂറിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. പ്രൂവ് ദാറ്റ് ദ ക്ലാസ് ഓഫ് റെഗുലർ ലാംഗ്വേജസ് ഇസ് ക്ലോസ്ഡ്. കണ്ടോ, വീണ്ടും ക്ലോഷർ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഇവർ പറയുന്നത്. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇതിപ്പോ സുഖമായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക്, മണ്ടലത്തെ 3 മാർക്ക്, 7 മാർക്സ് നിങ്ങളുടെ കയ്യിലിരിക്കും വളരെ ഈസി ആയിട്ട്. ഓക്കെ, we need to prove that this എന്താണ് class of regular languages is closed under subtraction. Subtractionല് the regular languages are closed. Okay, and we need to show that L1 and L2 are regular languages. അങ്ങനെയാണെങ്കിൽ L1 minus L2 is a string W which is part of L1 but not a part of L2. ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസിനെ നമുക്ക് വേറൊരു രീതിക്ക് എഴുതാം. L1 മൈനസ് L2 അവർ എന്താണ് കൊടുത്തേക്കുന്നത്? 2 languages in such a way that the string W is a part of L1 and it is not a part of L2. Not a part of L2 എന്ന് പറഞ്ഞാൽ എന്താണ്? It not a part of L2 എന്ന് പറയുമ്പോൾ it will be a part of L2 complement അല്ലേ? L2ന്റെ ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ L2ന്റെ കോംപ്ലിമെന്റ് വരുമ്പോൾ അതിന്റെ ഭാഗമായിരിക്കുമല്ലോ. സോ ആൻഡ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഇന്റർസെക്ഷൻ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അത് കഴിഞ്ഞ് വാട്ട് യു ഹാവ് ടു പ്രൂവ്? യു ഹാവ് ടു പ്രൂവ് ദാറ്റ് L2 കോംപ്ലിമെന്റ് ഇസ് റെഗുലർ. അതെങ്ങനെ? ദാറ്റ് ഇസ് ക്ലോഷർ അണ്ടർ കോംപ്ലിമെന്റ്. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, പാർട്ട് എക്ക് നമ്മൾ ചെയ്തില്ലേ, ആ സെയിം സാധനം. ഓക്കെ, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വി നീഡ് ടു പ്രൂവ് ദാറ്റ് L1 ഇന്റർസെക്ഷൻ L2 ബാർ ഇസ് റെഗുലർ. അതിനെന്താണ് ചെയ്യുന്നത്? യു നീഡ് ടു പ്രൂവ് ദാറ്റ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ. അതായത് L1 എന്റെ ലാംഗ്വേജ് റെഗുലർ ആണ്, L2 ബാർ ഞാൻ മുകളിൽ റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം 2 റെഗുലർ ലാംഗ്വേജസിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഒരുമിച്ച് ഇന്റർസെക്ഷൻസ് ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും നോക്കുമ്പോഴത്തേനും ഒബ്വിയസ്ലി വാട്ട് എവർ വി ഗെറ്റ് ഇൻ കോമൺ ഓൾസോ വുഡ് ബി റെഗുലർ. അത്രേ ഉള്ളൂ അതിന്റെ ഐഡിയ. അപ്പം ഇത് റെഗുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ therefore this is also regular. കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? റെക്കോർഡ് ക്ലാസ് ആണ്, ഇപ്പൊ റെക്കോർഡ് ചെയ്തതാണ്. അത് ആക്ച്വലി എന്താണ്, ടീം മെമ്പേഴ്സിനോട് ചോദിച്ചാൽ മതി. റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൾറെഡി ഐ ക്യാൻ സീ ദാറ്റ് ദ മീറ്റിംഗ് ഇസ് റെക്കോർഡ്. അപ്പൊ അത് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ബി പാർട്ട്. കൺസിഡർ ദാറ്റ് ദിസ് 2 ആർ ദി ആൽഫബറ്റ്സ്. അതായത് ഇത് എന്റെ ആൽഫബറ്റ് ആണ്, ഇത് എന്റെ ആൽഫബറ്റ് ആണ്. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ അല്ല, ഇത് ഇവിടെ ആൽഫബറ്റിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സിമ്പിൾ അല്ല, അതൊരു ഇപ്പൊ നമ്മള് എന്താണ് ഒരു സ്പെഷ്യൽ സിമ്പിൾ പോലെ കാണുവാണേ. ഓക്കെ, ലാംഗ്വേജ് L 1:m, ഈ ഒരു സിമ്പിൾ 1:n, mn ഇറ്റ് ഇസ് ഇൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് m ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ കിട്ടിയോ? m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പൊ എമ്മിന്റെ കൗണ്ട് എന്നിനേക്കാളും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് തരാനാണ് അവർ ആദ്യമേ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അവർ ആദ്യമേ ചോദിക്കുന്നത് ഈ ഒരു ഡെറിവേഷന്റെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സാധനം എന്തായിരുന്നു? 1:m, 1:n, m ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പൊ ആദ്യമേ നമുക്ക് വേണം m ഇസ് ഈക്വൽ ടു n എടുക്കാം. അപ്പൊ 1 ഇത് ഒരു ഓപ്ഷൻ ആണ്. 1, 1
ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി m is greater than n എടുത്താലോ 1 2 3 ഇതൊരു എന്താണ്, ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് ആണ്. വാട്ട് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് അത് ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. വാട്ട് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്, ഇതാണ് അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. നോക്കിക്കേ, 1 ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. വൈ? ബിക്കോസ് ഹിയർ m is less than n. m is less than n അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലേ? നമ്മളുടെ അത് ഇനീഷ്യൽ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളുടെ എക്സാമ്പിൾസ് വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതി പോണതേ ഉള്ളേ. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കേ. സോറി, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് L is not regular. L is not regular എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാനായിട്ട്, അത് സെക്കൻഡ് മോഡ്യൂൾ ആയിക്കോട്ടെ അതിരിക്കുന്ന തേർഡ് മോഡ്യൂൾ ആയിക്കോട്ടെ, ഈ രണ്ടിടത്തും ഇങ്ങനത്തെ ഒരു നോട്ട് റെഗുലർ എന്നല്ലെ നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, അത് പമ്പിംഗ് ലെമ്മയുടെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് പമ്പിംഗ് ലെമാസ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോഴേ ഓർത്തോണം, ഓക്കെ പമ്പിംഗ് ലെമയാണ് എനിക്ക് അവിടെ എഴുതി വെക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഈ ഒരു ലാംഗ്വേജ് എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഹിയർ വാട്ട് ഐ എം യൂസിങ്? ഹിയർ ഐ ആം യൂസിങ് ദി പമ്പിംഗ് ലെമ. ഓക്കെ, പമ്പിംഗ് ലെമയ്ക്കകത്ത് ഇനീഷ്യലി ഐ ആം അസ്യൂമിങ് ദാറ്റ് ദ ഗിവൺ ലാംഗ്വേജ് L is regular and നമ്മളൊരു പമ്പിംഗ് ലെങ്ത് P എടുക്കുവാണ്. പമ്പിംഗ് ലെങ്ത് P എടുക്കുവാണ്. ഞാൻ ഈ ഒരു കേസിൽ P is equal to 3 നിർത്തും. നിങ്ങൾക്ക് പമ്പിംഗ് ലെങ്ത് എന്താണെന്ന് വെച്ചെടുക്കാം, പക്ഷെ ഏറ്റവും സേഫ് ടു ഗോ വിത്ത് 3. നമ്മൾ എടുക്കുന്ന ഈ ഒരു ലാംഗ്വേജിന് നമുക്കൊരു സ്ട്രിങ് എടുക്കണം ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളുടെ ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി പമ്പിംഗ് ലെങ്ത്. സോ നമ്മളുടെ ഈ ഒരു സ്ട്രിങ് ഞാൻ എടുത്തേക്കുന്നത് 1 raised to p ഇതാണ്. p സെയിം ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ദാറ്റ് മീൻസ് വാട്ട് ഇസ് മൈ സ്ട്രിങ്? p is 3 അല്ലെ? അപ്പൊ 1 raised to 3. സോ 1 2 3 1 2 3 ഇതാണ് എന്റെ സ്ട്രിങ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ഡിവൈഡ് ഇറ്റ് ആസ് എക്സ് വൈ ആൻഡ് സെഡ്. അപ്പം എക്സ് വൈ സെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും there are a set of conditions അല്ലെ? എക്സ് വൈയുടെ ലെങ്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആൻഡ് വൈ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിന് ഐ എം ഡിവൈഡിങ് ഇറ്റ് ആസ് ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ. അപ്പൊ എന്താണ്? അപ്പൊ ടോട്ടൽ വരുമ്പോ 3 വരും. 3 is a pumping length. ഓക്കെ, ആൻഡ് ബാക്കി z ആക്കി ഞാൻ എടുക്കുവാണ്. ബിക്കോസ് ഐ ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ആസ് എക്സ് വൈ ആൻഡ് z. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മള് t എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഐ ആം റൈറ്റിംഗ് ഇറ്റ് എക്സ് വൈ റേസ് ടു t z. ഇനി ടീനെ ഞാൻ 0 ആക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്റെ സ്ട്രിങ് വരുന്നത്? എക്സ് വൈ റേസ് ടു 0 z എന്ന് പറയുമ്പോ എങ്ങനെ വരുന്നത്? എക്സ്, വാട്ട് ഇസ് എക്സ്? 1 1. വൈ 1 ആണ്, റേസ് ടു 0 ആയതുകൊണ്ട് എഴുതണ്ട. z ബാക്കിയുള്ളത് എടുത്ത് എഴുതുക. ഈ ഒരു ലാംഗ്വേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് m ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ m എന്താണ്? m ലെസ് ദാൻ n ആണ് അല്ലെ? which means that this particular string is not a part of the language, hence proving that the language given is not regular. പിടികിട്ടിയോ? അങ്ങനെയാണ് നമ്മൾ പമ്പിംഗ് ലെമ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ചെയ്യേണ്ടത്.
ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? പമ്പിംഗ് ലെമ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായതോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ. അല്ല ഞാൻ മാത്രം ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് ശരിയാകത്തില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞോ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞിരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ. CFG എഴുതാൻ പഠിപ്പിച്ചു തരുമോന്ന്. അതായത് ഒരു മിനിറ്റ് സന്തോഷ്, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചത്? സെക്കൻഡേ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചാൽ മതിയോ? അത് വേണേ അത് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അന്ന് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Give a context-free grammar that generates this particular language. നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ലാംഗ്വേജ് എന്താണ്? 5 കൂടി ഒന്ന് പറയാമോ? എടാ 5 എന്ന് പറയുന്നത് ഡിഫറെന്റ് മോഡ്യൂൾ ആണ്. 5 എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂൾ. നമ്മളിപ്പോ സെക്കൻഡ് മോഡ്യൂളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞ് തേർഡിലോട്ട് വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോറി. 4th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറയുന്നത്. നമ്മുടെ ലാംഗ്വേജ് L, A raised to I, B raised to J, C raised to K, where I is equal to J or J is equal to K. Given that I, J and K is greater than or equal to 0. ഇതാണ് നമ്മുടെ ലാംഗ്വേജ്. നമ്മൾ ഇതിന് ഒരു ഗ്രാമർ ഏതാണ് ചെയ്യേണ്ടത്? ഈ ഒരു ലാംഗ്വേജിനെ ഞാൻ തൽക്കാലത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഫസ്റ്റ് കേസ് I is equal to J യുടെ കേസും സെക്കൻഡ് കേസ് J is equal to K യുടെ കേസും. അത് ഇവരിവിടെ കൊടുത്തിരിക്കുന്ന ഈ സാധനം തന്നെ ഞാനത് ഡിവൈഡ് ചെയ്തേ ഉള്ളൂ. I, Jയും ഈക്വൽ ആയിരിക്കുന്ന കേസ്, ഐയും ജെയും ഈക്വൽ ആയിരിക്കുന്ന കേസിൽ ഞാൻ എങ്ങനെ എന്റെ ലാംഗ്വേജ് L1 എഴുതാൻ പറ്റുക? L1 will be equal to A raised to I, B raised to I is equal to J. So B raised to I, C raised to K, where I, K will be greater than or equal to 0. അടുത്ത L2. ഓക്കെ, L2 എങ്ങനെയാണ് എഴുതുന്നത്? L2ല് ജെയും കെയും ഈക്വൽ ആണ്. സോ A raised to I, B raised to J, C raised to J. Okay, where I and J are greater than or equal to 0. 2 ലാംഗ്വേജ് നമ്മൾ എഴുതിയേ. ഇനി പ്രൊഡക്ഷൻ എഴുതുവാണ്. L1ന്റെ ആണ് ഞാൻ ആദ്യം പ്രൊഡക്ഷൻ എഴുതുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് I is equal to 0 വരുന്ന കേസ് ഉണ്ടാവും, K is equal to 0 വരുന്ന കേസ് ഉണ്ടാവും. 1, 2 etc. സ്റ്റാർട്ട് സ്റ്റേറ്റ് എടുക്കുക. ഓക്കെ, എന്റെ സ്റ്റാർട്ട് സിമ്പിൾ എടുക്കുക. ഈ സ്റ്റാർട്ട് സിമ്പിൾ എടുക്കുമ്പം A, B അവർ ഒരുമിച്ചാണ് ജനറേറ്റ് ആവുന്നത്. അതായത് A, B, A, B, B, A, B, B, B ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്താണ് ചെയ്തേ? എനെ ബിനെ ഞാൻ എഴുതിയിട്ട് വീണ്ടും ഞാൻ S എഴുതി. കാരണം എന്താണ്? എനിക്ക് A, B അവിടെ ക്രിയേറ്റ് ചെയ്യാം, വീണ്ടും A, Bയുടെ അപ്പുറത്തും ഇപ്പുറത്തോട്ട് ഓരോ A, B വെച്ച് ആഡ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പം A, B കഴിഞ്ഞു. ഇനി അടുത്തത്. അപ്പം A, B 1 വരുന്ന കേസ്, 2 വരുന്ന കേസ്. ഓക്കെ, ഇനി എനിക്ക് I 0 ആയിരിക്കുന്ന കേസ്, അതായത് എയും ബിയും ഇല്ല എന്ന് വിചാരിക്കും. എനിക്ക് C എന്താണ്? K ആണല്ലേ, അപ്പം സിയും വരും. Now what my C is? C എന്ന് പറയുന്ന ഒന്നെങ്കിൽ എനിക്ക് സ്മോൾ c ആകാം, അത് എത്ര പ്രാവശ്യം വേണോ വരാം, അല്ല എന്നുണ്ടെങ്കിൽ എപ്സിലോൺ ആയിരിക്കാം. ഇനി ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എടുക്കാം. A, B മാത്രം എനിക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ട് എന്താ ചെയ്യാ? എനിക്ക് S ഉണ്ട്. എസിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും? എനിക്ക് A, S, B കിട്ടും.
അടുത്ത വീണ്ടും എസ് ആണ്. ഈ എസിന് പകരം എനിക്ക് സി പ്ലേസ് ചെയ്യാം. ഈ സിക്ക് പകരം എനിക്ക് എപ്സിലോൺ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. അപ്പൊ അത് ഓക്കെ, ആദ്യത്തെ കേസ് ഓക്കെ. ഇനി എനിക്ക് സി മാത്രം എനിക്ക് കിട്ടണം, ചെറിയ സി മാത്രം എനിക്ക് കിട്ടണം എന്നുണ്ട്. എങ്ങനെയാണ്? എസിൽ നിന്നും എനിക്ക് സി കിട്ടി, സിയിൽ നിന്നും എനിക്ക് ചെറിയ സി വലിയ സി കിട്ടി, വലിയ സി ഞാൻ എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്തു, അപ്പൊ എനിക്ക് സിയും കിട്ടി. ഓക്കെ. ഇനി അടുത്തത് എനിക്ക് എ ബി സി എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എസ് ഉണ്ട്, എസിൽ നിന്നും എനിക്ക് എ എസ് ബി കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താണ്? എനിക്ക് വീണ്ടും എ ബി സി ഇവിടെ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്ത് കിട്ടും? എനിക്ക് എസിൽ നിന്നും എനിക്ക് സിയും കിട്ടും. ഓക്കെ. ഇനി ഈ ഒരു എസിൽ നിന്നും എനിക്ക് സി കിട്ടുന്നു, സിയിൽ നിന്നും എന്താണ്? സി സി ഇത് വരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എനിക്ക് ഈ ഒരു പോയിന്റിൽ എ ബി എന്നും പറഞ്ഞാണേലും എനിക്ക് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഗ്രാമർ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് സിയും വരും, ബിക്കോസ് സിയും കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട്. ഓക്കെ. അപ്പം അത്രയും കാര്യം ക്ലിയർ ആയോ? ഫസ്റ്റ് L1 നിന്നും എങ്ങനെയാണ് നമുക്ക് എടുത്തെന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായോ? ആന്നാണ്. എടാ ഓക്കെ ആണോ? ഓക്കെ അല്ലാന്നുണ്ട് പറയാം ഞാൻ. ഓക്കെ ആണ്. ഓക്കെ. ഇത് ഇവിടെ സ്മോൾ സി കിട്ടും. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് അപ്പുറത്തെ ലാംഗ്വേജ് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത് S1 ഞാൻ എഴുതുവാണ്, കാരണം L1 ആയതുകൊണ്ട്. S2 നമ്മൾ എടുക്കാണ്. S2ലും ഇതുപോലെ തന്നെ എനിക്ക് ബിയും സിയും എനിക്ക് ഒന്നെങ്കിൽ ആദ്യം എനിക്ക് തുടങ്ങുമ്പോഴേ എ വരും, അത് കഴിഞ്ഞിട്ട് ചെറിയ എ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത എന്താണ്? ബി വരും. ആ ബി എന്താണ്? എനിക്ക് ബിയുടെയും സിയുടെയും കോമ്പിനേഷൻ ആണ് ബി എന്ന് പറയുന്നത്. പക്ഷെ എത്ര പ്രാവശ്യം വേണം എനിക്ക് എ ജനറേറ്റ് ചെയ്യാനായിട്ട്? ഐ നീഡ് ടു ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്. പിടികിട്ടുന്നുണ്ടോ? ഇനി ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുക? എനിക്ക് എ ബി ബി സി സി എന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് S2 വെച്ച് ഞാൻ തുടങ്ങി, എനിക്ക് എ കിട്ടി, അത് കഴിഞ്ഞ് അഗെയിൻ S2 ഉണ്ട്, ബി ഉണ്ട്. S2നെ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ ബി ബി സി ആക്കിയിട്ട് അഗെയിൻ ഇതിനെ എനിക്ക് ബി സി ആയിട്ട് എഴുതാം. ഈ ബിനെ എനിക്ക് എപ്സിലോൺ ആക്കാം. ഇഫ് യു വോണ്ട് ടു ജനറേറ്റ് ഓൺലി ബി ആൻഡ് സി, അതും പോസിബിൾ ആണ്. പിടികിട്ടുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പത്തെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ആ അക്ഷരങ്ങൾ മാറ്റി ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പം എയും ബിയും ഈക്വൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ ഞാൻ കൊടുത്തു, എന്നിട്ട് ഇവിടെ സിംഗിൾ ആയിട്ടുള്ള ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്ന കൊടുത്തു. ഇവിടെ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്ന കൊടുത്തു. ഇവിടെ ഞാൻ ബിയും സിയും ഈക്വൽ നമ്പറിൽ ജനറേറ്റ് ചെയ്യുന്നത് കാണിച്ചു. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അങ്ങനെ അതാണ് മോഡ്യൂൾ 2. ഞാൻ പ്രതീക്ഷയെക്കാളും കൂടുതൽ മോഡ്യൂൾ 2ന് സമയം എടുത്തു. അപ്പൊ നമുക്ക് മോഡ്യൂൾ 3യിലോട്ട് നേരെ ജമ്പ് ചെയ്യാം. ഓക്കെ. മോഡ്യൂൾ 3-നകത്ത് നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിൽ ഏറ്റവും എന്താ പറഞ്ഞേ എംഫസൈസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഒന്ന് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു 1-2 പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഏലും വരയ്ക്കാൻ അറിഞ്ഞിരുന്നേക്കണം. ഓക്കെ. പുഷ് ഡൗൺ ഓട്ടോമേറ്റ അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ് CNF, ചോംസ്കി നോർമൽ ഫോം. GNF ഉണ്ട്. GNF
CNF-നെക്കാളും എന്നെ സംബന്ധിച്ച് കുറച്ച് പാടാണ്. അപ്പൊ അത് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, CNF ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇതിപ്പോ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ CNF പഠിച്ചിട്ട് പോയതൊന്നുമല്ല. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് അത് പഠിക്കുക. 2 എണ്ണം പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. സ്കിപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, പക്ഷെ നമ്മുടെ സമയത്തിന്റെ ഒരു ഇത് കുറവ് കാരണമാണ് ഞാൻ ഈ പറയുന്നത്. മോഡ്യൂൾ 3യുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് PDA to recognize the language in the generated by the following grammar. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ലാംഗ്വേജിന്, ഈ ഒരു ഗ്രാമറിനെ എന്താ നമ്മൾ ചെയ്യുന്നത്, PDA ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് എന്റെ എന്താണ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പഠിച്ചതൊക്കെ പഠിച്ച ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ അങ്ങനെ ആയിട്ട് പഠിച്ചൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നേരെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻസ് എല്ലാം ഒന്ന് എഴുതാം. വാട്ട് ആർ ദി പ്രൊഡക്ഷൻസ് ഫോർ ദിസ്? S gives A gives A, B, C, A gives B, A gives A, B gives B, C gives C. ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റർ നിങ്ങൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റർ നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ടപ്പിൾ റെപ്രസെന്റേഷൻ എഴുതണം. ടപ്പിൾ റെപ്രസെന്റേഷൻ എഴുതുമ്പോഴത്തേനും ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സ്റ്റാക്കിന്റെ സിമ്പല്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റിൽ നമ്മളുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q മാത്രമാണ്. ഓക്കെ, സ്റ്റാക്ക് സിമ്പിൾ എന്തൊക്കെയാണ്? സ്റ്റാക്ക് സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേനും it will be a combination of the non-terminals as well as terminals along with the start symbol അല്ലെങ്കിൽ Z0. നമ്മളുടെ സ്റ്റാക്കിന്റെ സ്റ്റാർട്ട് സിമ്പിൾ S വരും, A, B, C വരും, സ്മോൾ a, സ്മോൾ b, സ്മോൾ c വരും, Z0 വരും. ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാക്കിന്റെ സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്കിനി കണ്ടുപിടിക്കേണ്ട സാധനം ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രമാണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ ടേബിൾ ആണ് നമുക്ക് എഴുതേണ്ടത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ വാട്ട്സ് എവർ. നിങ്ങൾക്ക് അത് കാര്യം പിടികിട്ടിയൊരു ഡെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ. സ്റ്റാർട്ട് സിമ്പിളിനെ എങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക? സ്റ്റാർട്ട് സിമ്പിളിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക? Q, S ആയിട്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്, there is nothing input string and we have Z0 on top of stack എന്നാണെന്നുണ്ടെങ്കിൽ that is for our start symbol to be pushed in. ഇതൊരു പുഷ് ഫംഗ്ഷൻ ആണ്. പിടികിട്ടിയോ? അതായത് എനിക്കിപ്പം എന്റെ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ട്രിങ് A എനിക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു A എന്നുള്ള ഒരു സ്ട്രിങ് വരുവാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് ഇത് ഞാൻ റീഡ് ചെയ്യുവാണ്. മൈ സ്റ്റാക്ക് ഇസ് ഹാവിംഗ് Z0. അത് ഞാൻ ഇനീഷ്യലി കയറ്റി വിടുന്നതാന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു Z0യിൽ if I have no input initially, push S to the stack. What is S? S is my start symbol. Okay, അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് സിമ്പിളിന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഫോർ ദ പ്രൊഡക്ഷൻസ്. if it is in such a way that X gives Y, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കുള്ള പ്രൊഡക്ഷൻസിന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ക്യൂവില് എക്സ് വന്നു കഴിഞ്ഞാൽ, എക്സ് അല്ല, നമുക്കിപ്പോ ഇവിടെയുള്ള നോൺ ടെർമിനൽസ് A, B, C ഉണ്ട്. ഓക്കെ, അപ്പം സോറി എസ് ഉണ്ട്. S, A, B, C. S, A, B, C.
താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാ വിചാരിക്കാം. ഇനി ഫസ്റ്റ് ഈ ഒരു ലൈൻ കൊണ്ട് ഞാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ലൈൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്യൂ സ്റ്റേറ്റില് ഫോർ നോ ഇൻപുട്ട്. നോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഇൻപുട്ട്, അല്ലെങ്കിൽ എന്താണ്, ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നമ്മളുടെ ആ ഒരു ഇൻപുട്ട് സിമ്പിളിന്റെ എയുടെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് മൈ സ്റ്റാക്ക് ഇസ് ഹാവിംഗ് എസ് ഓൺ ടോപ്പ്. അല്ലേ, എന്റെ സ്റ്റാക്കിൽ ഇപ്പൊ എസ് ആണല്ലോ ടോപ്പിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്യൂ കോമ നമ്മളുടെ പ്രൊഡക്ഷൻ എടുത്ത് എഴുതാം. എസ് ഗിവ്സ് എ, അതെടുത്ത് എഴുതുക. എയുടെ കേസിൽ മോർ ദാൻ 1 പ്രൊഡക്ഷൻസ് ഉണ്ട്, അപ്പൊ അതിനെ സെറ്റ് ആയിട്ട് എഴുതുക. ക്യൂ കോമ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്? എ ഗിവ്സ് എ ബി സി, എ ഗിവ്സ് ബി ബി, എ ഗിവ്സ് സ്മോൾ എ. ബി വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ബിയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബി ഗിവ്സ് സ്മോൾ ബി. ക്യൂ കോമ ബി. ഇവിടെ ക്യൂ കോമ സ്മോൾ സി. ഇത്ര എഴുതിയതിൽ ആർക്കേലും എന്തേലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്ക് ഇത് ഫങ്ഷണലി ഞാൻ ഇനി പറഞ്ഞു. എസ് സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നു. നമുക്കിവിടെ എന്താ വന്നേക്കുന്നത്? എസ് വന്നു കഴിഞ്ഞാൽ എസിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്ഷനെ പുഷ് ചെയ്യണം. എ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് എ സ്റ്റാക്കിന്റെ ടോപ്പിൽ വന്നാൽ എന്താണ്? ഇതിൽ ഏതേലും ഒരു മൂവ് ഞാൻ എടുക്കണം. സോ ഐ ആം വാട്ട് ഐ എം ഡൂയിങ്, ഐ എം പോപ്പിംഗ് ഔട്ട് ചെയ്യാൻ, ഐ എം ഡൂയിങ് ദിസ് വൺ. എനെ പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പം നോക്കിക്കേ, എന്റെ ഇൻപുട്ട് സ്ട്രിങ്ങിലെ ഫസ്റ്റ് വൺ ഇസ് റീഡിങ് എ, എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിലെ ഫസ്റ്റ് വൺ ഇസ് റീഡിങ് എ. സോ ഇതുവരേക്കും നമ്മൾ ടെർമിനൽസിന് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പൊ നമുക്കിനി അത് എഴുതാം. നമുക്ക് 3 ടെർമിനൽസ് ആണുള്ളത്. ക്യൂ കോമ ബി, ക്യൂ കോമ സി. If A is on top of the stack and A is in my input, what I need to do? Pop that out. If B is on top of the stack and B is in the input, pop that out. C is on top of the stack, C is the input, pop that out. A vannu, A is in the input, A is on top of the stack, pop it out. Then cursor അടുത്തതിലോട്ട് പോവുക. A is on top of the stack, A is the input, pop that out. Okay, now we are only left with Z0. That എന്താണ്? Points to the last state, stop state. ഒരു സെക്കൻഡ്. ഓക്കെ, സ്റ്റോപ്പ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്? നമ്മളുടെ സ്റ്റാക്കിന്റെ എൻഡിൽ Z0യും നമ്മളുടെ ഇൻപുട്ട് സിമ്പലിലൊന്നും ഇല്ല അല്ലെ, എ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വാട്ട് ഇഫ് ഡു? പോപ്പ് ദാറ്റ് ഔട്ട്. ഹെൻസ് വിൽ ബി ലെഫ്റ്റ് ഔട്ട് വിത്ത് ആൻ എംപ്റ്റി സ്റ്റാക്ക്. പിടികിട്ടിയോ? ദാറ്റ്സ് ആൻ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഫോർ PDA. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? I hope it is clear. ഇനി അടുത്തത് മോഡ്യൂൾ 3-ലെ ഒരു ക്വസ്റ്റ്യനോട് പറഞ്ഞിട്ട് നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം. എന്തോ? ഹലോ, ഇത് വരക്കുണ്ട്. അപ്പൊ എടാ നമുക്ക് 2 രീതിക്കുണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് വരച്ചു പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടപ്പിൾ റെപ്രസെന്റേഷനും ട്രാൻസാക്ഷൻ ഡയഗ്രം ഒക്കെ ചെയ്ത് പറഞ്ഞാലും മതി. ഇതിനിപ്പോ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
നമുക്കിവിടെ ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അതായത് ക്യൂ തന്നെയാണ്. അപ്പൊ ഈ ഒരു ക്യൂടെ ചുറ്റും തന്നെ ഇങ്ങനെ ആരോ ഇട്ട് വരയ്ക്കണം. ഇവിടെ കിട്ടിയോ? ഇതിനൊരു നെക്സ്റ്റ് ഒരു ട്രാൻസിഷൻ ഒന്നും ഇല്ല, ബിക്കോസ് ഒറ്റ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനൊരു CNF-ന്റെ ക്വസ്റ്റ്യനോട് പറയാം, ബിക്കോസ് ഞാൻ CNF ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞ് ഞാനത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അതിന് CNF-ഉം കൂടെ നമുക്ക് പറയാം. അത് പറഞ്ഞ് നമുക്ക് മോഡ്യൂൾ 3 വൈൻഡ് അപ്പ് ചെയ്യാം. കൺവേർട്ട് ദ ഫോളോയിങ് ഗ്രാമർ ടു ചോംസ്കി നോർമൽ ഫോം. ഇങ്ങനെ എഴുതുമ്പത്തേന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഇസ് ചോംസ്കി നോർമൽ ഫോം? വാട്ട് ഇസ് ഇറ്റ്? നമുക്ക് പറയുന്ന എന്താണ്? ഇഫ് എ നോൺ ടെർമിനൽ ഡിറൈവ്സ് ടു അതർ നോൺ ടെർമിനൽസ്, അതായത് രണ്ടും നോൺ ടെർമിനൽ ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് എ നോൺ ടെർമിനൽ ഡിറൈവ്സ് എ ടെർമിനൽ, ദിസ് ഇസ് ഇൻ CNF ഫോം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ നോക്കാം. S gives SAB, AB, SBC, A gives AB, A, B gives BAB, B, C gives B. ഇതില് ഏതൊക്കെയാണ് ചോംസ്കി നോർമൽ ഫോമിലുള്ളത്? ദിസ് ഇസ് ഇൻ ചോംസ്കി നോർമൽ ഫോം. എന്തുകൊണ്ടാണ്? രണ്ട് നോൺ ടെർമിനൽ ആണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. ഇതും ചോംസ്കി നോർമൽ ഫോം ആണ്. ഇത് CNF ആണ്, ഇത് CNF-ലാണ്, ഇതും CNF-ലാണ്, അല്ലേ? സോ വിച്ച് ഓൾ ആർ ദി പ്രൊഡക്ഷൻസ് ദാറ്റ് ആർ നോട്ട് ഇൻ CNF? ഏതൊക്കെയാണ്? S gives SAB, S gives SBC, B gives BAB. ഇത് മൂന്നും ചോംസ്കി നോർമൽ ഫോമിലല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നമുക്ക് 3 നോൺ ടെർമിനൽസ് ആണുള്ളത്, രണ്ടെണ്ണത്തിന് ബദൽ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ വേരിയബിൾ. ഞാനിപ്പോ ഇവിടെ X എന്ന് പറഞ്ഞൊരു ന്യൂ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഗിവ്സ് AB. അപ്പം ഇവിടെയും ഒരു AB ഉണ്ട്, ഇവിടെ ഒരു AB ഉണ്ട്, ഇവിടെ BC ആണ്. ഞാൻ Y എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, which gives BC. So now how I can rewrite it? I can rewrite it as S gives SX, S gives SY, B gives BX. ഇതിപ്പം ഈ 3 എണ്ണവും ചോംസ്കി നോർമൽ ഫോം ആയില്ലേ? ഇത് രണ്ടും ഓൾറെഡി നമ്മൾ ചോംസ്കി നോർമൽ ഫോമിലല്ലേ എടുത്ത് ചെയ്തേക്കുന്നത്. സോ നോക്കിക്കേ, നമ്മുടെ ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻസും CNF-ലായി. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 3 നോക്കാനായിട്ടുള്ളത്. താഴോട്ട് നോക്കുമ്പോൾ അഗൈൻ പുഷ് ഓൺ ഓട്ടോമേറ്റഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻ, ഇത് ഡയഗ്രാം ആണ്, ഇത് ഡയഗ്രാം വരച്ചോണേ. മറ്റേതും ഡയഗ്രാം വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതിന്റെ ട്രാൻസിഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് വരച്ചാൽ മതി. ഇനി ഇവിടുത്തെ യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Y എവിടെ വരുന്നു? Y വരുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K വരുന്നിടത്ത് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ? പ്രൂവ് ദാറ്റ് A is not context free language. This is again pumping lemma. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ അപ്പോഴേ പമ്പിംഗ് ലെമയാണ്. ടൈം കുറവുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ചെയ്ത് പൊക്കോണം. ഈ മോഡ്യൂൾ 4 ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. മോഡ്യൂൾ 4 നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ട്യൂറിംഗ് മെഷീൻ വരയ്ക്കാൻ. ട്യൂറിംഗ് മെഷീൻ വരയ്ക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം. 1-2 ക്വസ്റ്റ്യൻസെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പോകണം. പിന്നെ ട്യൂറിംഗ് മെഷീന്റെ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ കൂടുതലും തിയറി ടോപ്പിക്സ് ആണ് വരുന്നത്. അതായത് എനിക്ക് ചർച്ച് ട്യൂറിംഗിന്റെ ഒരു തീസീസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റിഡക്ഷന്റെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതലും തിയറിറ്റിക് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ട്യൂറിംഗ് മെഷീൻ വരയ്ക്കാൻ പാടുള്ള കുട്ടികൾ തിയറി ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തിയറിയിൽ നിന്നേ വരത്തുള്ളൂ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ട്യൂറിംഗ് മെഷീൻ വരയ്ക്കുന്ന പാടാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണവേലും ഏതേലും ഒന്ന് പഠിച്ചേലും വെക്കുക. അത് കഴിഞ്ഞ് എന്താണ് ഈ ഒരു സംഭവങ്ങൾ തിയറിയൊക്കെ കുറച്ച് നോക്കുക. മോഡ്യൂൾ 4 കുറച്ച് പാടാണ്,
കമ്പാരിറ്റീവ്ലി. അപ്പം പാടാന്ന് തോന്നുവാണെങ്കിൽ 1, 2, 3 നന്നായിട്ട് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് നാളെ ഒരു ദിവസം കൂടി ഉണ്ട്, നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കാം. ഓക്കെ, പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര വലിയ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് സ്ത്രീ കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കാം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഒരു കാര്യം അഷ്യൂർ ചെയ്യുക, പ്ലീസ് 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 സോൾവ് യുവർ സാമ്പിൾ പേപ്പർ ബിഫോർ ഗോയിങ്. സോൾവ് സാമ്പിൾ പേപ്പർ എന്ന് പറയുന്നത് ആൻസേഴ്സ് നോക്കുകയല്ല. ലൈക്ക് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നോക്കിയിരിക്കുകയല്ല, നിങ്ങളായിട്ട് സോൾവ് ചെയ്യുക. എനിക്ക് പ്രോബബ്ലി നമ്മുടെ ഒരു പ്രീവിയസ് പാറ്റേൺ വെച്ച് സാമ്പിൾ പേപ്പറിൽ നിന്ന് സെയിം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ സാമ്പിൾ പേപ്പർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്കും എന്താണ് പറയാനായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ that's pretty much it. So I'm open to questions. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. താങ്ക് യു അന്ന ഫോർ ദ സെഷൻസ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. Okay. Yeah, then let's wind up. Thank you so much, everyone. ഓക്കെ, താങ്ക് യു.